ട്രിപ്പ് അടിച്ചതാ. അപ്പം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒലക്ക. ഈ ചെങ്ങായിമാരാണ് ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കില്ല. 10-15 വട്ടം വിളിച്ച്. ഫോർട്ട് കൊച്ചി റാപ്പിഡോയിൽ ഞാൻ എടുത്ത് പോവാ. ക്യാൻസൽ ചെയ്യട്ടെ ട്രിപ്പ്. എയർപോർട്ടിൽ ട്രിപ്പ് അടിച്ചു ഊബറിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട്. എന്താ പേര്, ലാക്കോ? വിളിച്ചിട്ട് ഫോൺ എടുക്കേണ്ട ഒരു തേങ്ങയും കാട്ടണില്ല. മെസ്സേജ് അയച്ചു ഞാൻ 2-3 പ്ലീസ് കോൾ മീ വരെ അയച്ച്. ഒരു റീപ്ലൈ ഇല്ല. റാപ്പിഡോയിലോ ട്രിപ്പ് ഉണ്ട്, എടുത്ത് പോട്ടെ, മറ്റേ ക്യാൻസൽ ചെയ്യട്ടെ, അത് നടക്കുള്ളൂ. ഗൈസ് അങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഊബറോടെ ഇറങ്ങിയാണ് കേട്ടോ. ഇന്നത്തെ തിങ്കളാഴ്ച ദിവസമാണ്. എങ്ങനെയാവും എന്താണെന്ന് അറിയില്ല. എന്തായാലും ഓണാക്കി നോക്കട്ടെ. അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ നോക്കി. അപ്പം എന്തായാലും ഒന്ന് ഊബറൊക്കെ ഒന്ന് ഓണാക്കി നോക്കട്ടെ. അപ്പം എന്താന്ന് വെഹിക്കിള് നമ്മളങ്ങനെ ഊബർ ഓണാക്കിയിട്ടുണ്ട്. റാപ്പിഡ് ഓണാക്കട്ടെ. സൗണ്ടൊക്കെ പോയിട്ടാണ് മാച്ച് വരുന്നുണ്ട്. 5 കിലോമീറ്റർ ആർക്ക് വേണ്ടതൊന്നും റാപ്പിഡ് അവിടെ കിടക്കട്ടെ. റാപ്പിഡ് പിന്നോടാക്കാം. ഊബറിൽ ഇപ്പോൾ ഒരു മാച്ച് അടിച്ചും ചെയ്താൽ 5 കിലോമീറ്റർ 15 മിനിറ്റ് തൃക്കാക്കര. നമുക്ക് ഏതായാലും ഈ ട്രിപ്പ് എടുത്തിട്ട് കാണാം കേട്ടോ. അതെ, ആ ട്രിപ്പ് എടുക്കാൻ പോവാം. അവർ 800 മീറ്ററാണ് പിക്കപ്പ് കാണിച്ചത്. സൗണ്ടൊക്കെ പോയിട്ടോ. ഇന്നലെ ജസ്റ്റ് ഒന്ന് ഒരു കറങ്ങാൻ പോയണ്ട് സൗണ്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ചെറിയ ജലദോഷം പിടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളെ ട്രിപ്പ് വേണ്ടി കാണാം. ഊബർ ഓണാക്കിയപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ചിട്ടോ. ഞാൻ വിചാരിച്ചിപ്പോൾ ഒരു ദിവസം ലീവാക്കിയപ്പോൾ ഇനി ഊബർ ട്രിപ്പ് തരൂല വിചാരിച്ച്. ട്രിപ്പ് തരില്ല സാധാരണ നമുക്ക്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തരലുണ്ടാവില്ല. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ട്രിപ്പ് ഉണ്ടാവില്ല. എന്തായാലും പോയക്കട്ടെ. അത്യാവശ്യം നേരം വൈകിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ലേറ്റായിട്ടാണ് വന്ന് കിടന്നുറങ്ങി. അപ്പം ഇനിയിപ്പോൾ ഒന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നേരം വൈകിയിട്ടുണ്ട്. എന്തായാലും ഉറക്കം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതാണ് നല്ലത്. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടും നമുക്ക് ഓട്ടമില്ല, ഈ നേരത്തെ ഇറങ്ങിയിട്ടും ഒക്കെ ഒരേ ടൈം കണക്ക് തന്നെ. ഓട്ടത്തിൻ്റെ ഒക്കെ ഒരേപോലെയാണ്. അപ്പം നമ്മൾ കുറേ നേരത്തെ ഇറങ്ങിയിട്ടും വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പോയോക്കട്ടെ. നമുക്ക് ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ അല്ലേ പാലാരിവട്ടത്താട്ടോ. നമുക്ക് അതിനുശേഷം ഒരു ട്രിപ്പും കൂടെ അടിച്ച് 80 കസ്റ്റമർ അടുത്തുനിന്ന് ഊബർ നമ്മൾ വാങ്ങിയത് ക്യാഷ് കളക്ട് വെറും 88 രൂപ, 89 രൂപ. നമുക്ക് കിട്ടിയത് ഏണിങ്സ് 137. കസ്റ്റമർക്ക് എന്തോ പ്രൊമോഷൻ എന്താ ഉണ്ടായിരുന്നു. ഇതിന് നല്ല വെറുതെ ഉണ്ടോണ്ടല്ലോ കസ്റ്റമർ 89 രൂപയ്ക്ക് ക്യാഷ് കളക്ട്. എന്ത് പ്രൊമോഷൻ അതൊക്കെ. അത് കഴിഞ്ഞൊരു ട്രിപ്പ് അടിച്ച് കസ്റ്റമർ വിളിച്ചു. 2.5 കിലോമീറ്റർ പിക്കപ്പ് ചെയ്യാൻ പറഞ്ഞാൽ 10 മിനിറ്റ് കാണിക്കുന്നുണ്ട്. നല്ല ബ്ലോക്കാണ് പാലാരിവട്ടം ഭാഗത്തൊക്കെ. പാലാരിവട്ടം നമ്മുടെ കാക്കനാട് റോഡിനൊക്കെ നല്ല ബ്ലോക്കാണ്. കസ്റ്റമർ പിക്ക് ചെയ്യല്ലേ കാക്കനാട് റോഡിൽ നിന്ന്. ഞാൻ പറഞ്ഞു ബ്ലോക്ക് കാണിക്കുന്നുണ്ട്, 10 മിനിറ്റ് ആവും പറഞ്ഞു. ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട്. വണ്ടിയൊക്കെ തിരിച്ചു ബ്ലോക്കിൻ്റെ അകത്ത് വിട്ട് ഒരു 1.5 കിലോമീറ്റർ പോയപ്പോൾ കസ്റ്റമർ ക്യാൻസൽ ചെയ്ത് ഈ ട്രിപ്പ്. ഞാൻ പിന്നെ വിളിച്ചിട്ട് നിങ്ങൾ 10 മിനിറ്റ് ആവുന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാറുണ്ടാ പോരെ, ചുമ്മാ. എന്നിട്ട് ആ ബ്ലോക്കിൽ കിടന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ. 10-15 മിനിറ്റായി. അത് കഴിഞ്ഞ് ഇൻഫോ പാർക്കിലോട്ട് ട്രിപ്പ് അടിച്ചു. ഞാനത് ക്യാൻസൽ ചെയ്തു. ഇൻഫോ പാർക്കിലൊക്കെ ട്രിപ്പ് അടിച്ചപ്പോൾ നമുക്കിപ്പോൾ ഒരു മാച്ച് വന്നിട്ടോ. ഒരു 102 രൂപ കിട്ടിയില്ല. നമ്മളിന്ന് ഇപ്പോൾ ഇതുവരെ ഏൺ ചെയ്തത് 277 രൂപ. അരമണിക്കൂറായിട്ടുള്ളൂ നമ്മൾ ഇറങ്ങിയിട്ട്. ഇൻഫോ പാർക്കിലോട്ട് ട്രിപ്പ് അടിച്ചു. ഞാൻ ട്രിപ്പായിട്ടാണ് വന്നത്, മാച്ചല്ല, ട്രിപ്പായിട്ട് തന്നെ വന്നു. ഞാൻ എടുത്തില്ല, ഞാൻ ക്യാൻസൽ ചെയ്ത്. നമ്മൾ അക്സെപ്റ്റിംഗ് റേറ്റ് 97 ആയി. അപ്പോൾ അത് നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. 45 മിനിറ്റോ അത്ര കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്തൂടെ. നല്ല ബ്ലോക്ക് ആയിരിക്കും. ഇപ്പോൾ ഓഫീസ് ടൈമല്ലേ, ഞാൻ എടുത്തില്ല. ഇനി എന്തായാലും വേറെ ട്രിപ്പ് എടുക്കണം. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ് തരാതിരിക്കും. ഇനി ഒന്നും കൂടെ ക്യാൻസൽ ചെയ്താൽ ചിലപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. എന്തായാലും റാപ്പിഡോ കൂടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചാൽ ഞാൻ എടുത്ത് പോവാം. ഊബറിൽ എന്താ വരുന്നവർ ഇവിടെ സർജൊക്കെ കാണുന്നുണ്ട്. ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 മാച്ച് വന്നു. ഞാൻ എടുത്തിട്ടില്ല. ഒക്കെ നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ ചുമ്മാ ബ്ലോക്കിൽ കിടന്നിട്ട് കാര്യമില്ല. മാച്ചൊക്കെ നോക്കി എടുത്താൽ മതി. ഈ ടൈമിൽ കാര്യമില്ല. മാച്ചിൽ നമ്മൾ ഉച്ച ടൈമിലൊക്കെയാണ് മാച്ച് എടുക്കുന്ന കാര്യം. ബ്ലോക്കില്ലാതെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ വെറുതെ എടുക്കുക, ബ്ലോക്കിൽ കിടക്കാൻ പോകാം. അപ്പോൾ നമുക്ക് ട്രിപ്പ് നോക്കിയിട്ട് എടുത്താൽ മതി ബ്ലോക്കില്ല ടൈമിൽ.
ട്രിപ്പ് അടിച്ചതാ. അപ്പം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒലക്ക. ഈ ചെങ്ങായിമാരാണ് ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കില്ല. 10-15 വട്ടം വിളിച്ച്. ഫോർട്ട് കൊച്ചി റാപ്പിഡോയില് ഞാൻ എടുത്ത് പോവാ. ക്യാൻസൽ ചെയ്യട്ടെ ട്രിപ്പ്. എയർപോർട്ടിൽ ട്രിപ്പ് അടിച്ചു ഊബറിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട്. എന്താ പേര്, ലാക്കോ. വിളിച്ചിട്ട് ഫോണും എടുക്കേണ്ട ഒരു തേങ്ങയും കാട്ടണില്ല. മെസ്സേജ് അയച്ചു ഞാൻ 2-3 പ്ലീസ് കോൾ മീ വരെ അയച്ച്. ഒരു റീപ്ലൈ ഇല്ല. റാപ്പിഡോയിലോ ട്രിപ്പ് ഉണ്ട്, എടുത്ത് പോട്ടെ, മറ്റേ ക്യാൻസൽ ചെയ്യട്ടെ, അത് നടക്കുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് വൈറ്റിലാട്ടോ. അങ്ങനെ നമ്മൾ ഓടി വൈറ്റിലെത്തി. ടോട്ടൽ 6 ട്രിപ്പ് എടുത്തു. നമുക്കൊക്കെ ഓൺ ദ വേല ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് നോർത്തിലേക്ക് അടിച്ചു. പിന്നെ കഴിഞ്ഞ് നോർത്തിൽ നിന്ന് ഒരു എയർപോർട്ട് അടിച്ചു. അത് കട്ട ഷോക്കായിരുന്നു. വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല, മെസ്സേജ് ഇട്ട് എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് റാപ്പിഡോയിൽ നമുക്കൊരു ട്രിപ്പ് അടിച്ചു. അതും ഇതുപോലെ തന്നെ, വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല, ഒന്നും ചെയ്യില്ല. പിന്നെ അതിന് ശേഷം നമ്മളൊരു പള്ളുരുത്തി അടിച്ചു. പള്ളുരുത്തി കഴിഞ്ഞതിന് ശേഷം ജനറൽ ഹോസ്പിറ്റലിൽ അടിച്ചു. ജനറൽ ഹോസ്പിറ്റലിൽ നിന്നൊരു വൈറ്റിലടിച്ചു. അങ്ങനെ നമ്മൾ ടോട്ടൽ ഇപ്പോൾ ഒരു 6 ട്രിപ്പ് എടുത്തു. നമ്മളിപ്പോൾ ഒരു എത്ര മണിക്കൂർ, 3 മണിക്കൂർ ഓൺലൈനിൽ കിടന്നുള്ളൂ. 1000 രൂപ ഏൺ ചെയ്തിട്ടോ. റാപ്പിഡോ ഇനിയിപ്പോൾ റാപ്പിഡോ ഓൺ ആക്കട്ടെ. ഇപ്പോൾ എന്തായാലും ഉച്ച ടൈമായി. നമ്മളിന്ന് എന്തായാലും ഇറങ്ങിയപ്പോൾ 9 മണി ഒക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ റാപ്പിഡോ കൂടി ഓൺ ആക്കി. ഇതുവരെ നമ്മൾ റാപ്പിഡോ ആകെ ഒരു തവണയായിട്ട് നമ്മൾ റാപ്പിഡോ ഓൺ ആക്കിയിട്ടല്ലേ ഒരു ട്രിപ്പ് അടിച്ചു. അത് നമ്മൾ തന്നെ ക്യാൻസൽ ചെയ്തു. ഒരു പള്ളിരുത്തി ട്രിപ്പ് അടിച്ചപ്പോൾ. കാരണം ഒന്നുമില്ല, കസ്റ്റമർ ട്രിപ്പ് അടിച്ചിട്ട് വിളിച്ചിട്ടും കൊടുക്കുന്നില്ല. ഇവന്മാർ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടാവില്ല. ട്രെയിൻ ചിലപ്പോൾ തൃശ്ശൂർ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇപ്പം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്കൊരു എയർപോർട്ട് ട്രിപ്പ് അടിച്ചു ഇതിൽ. അതാണെങ്കിൽ വിളിച്ചിട്ടും കൊടുക്കില്ല, അതും അങ്ങനെ. പിന്നെ ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഇപ്പോൾ ഒരു 1000 രൂപ ഏൺ ചെയ്തിട്ടോ. ഇനി എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമ്മളിപ്പോൾ വൈറ്റില മെട്രോൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഇവിടുന്ന് ട്രിപ്പ് അടിക്കും. ഇവരെ ഭയങ്കര വെയിലാണ്. തണലെല്ലാം കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ഒന്ന് ഒതുക്കണം. ഈ തണൽ കിട്ടുന്ന നമുക്കെന്തായാലും ഇന്ന് രാവിലെ ചായ അടിക്കാൻ ടൈം കിട്ടിയില്ല. ഇറങ്ങിയത് ഒന്നാമത് നേരം വൈകിയായിരുന്നു. പിന്നെ ട്രിപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നിട്ട് ഏതായാലും നമ്മൾ ഇപ്പോൾ പോയൊരു ഫുഡ് കഴിച്ചു, ബിരിയാണി കഴിച്ചു. ചിക്കൻ ബിരിയാണി കഴിച്ച് ഇങ്ങനെ വന്നു. വൈറ്റിലായിട്ട് നമ്മൾ ഇപ്പോഴുള്ളത്. എന്തായാലും ഊബറും റാപ്പിഡൊക്കെ ഓണാക്കട്ടെ. ഊബർ ഓണാക്കട്ടെ. നമ്മളിപ്പോൾ 1000 രൂപക്കാട്ടോ ഇപ്പോൾ ആകെ ഏൺ ചെയ്തത്. 6 ട്രിപ്പ് എടുത്തു, 1000 രൂപ ഏൺ ചെയ്തു. റാപ്പിഡോ ഊബർ രണ്ടും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ള കാക്കനാടാട്ടോ. നമുക്ക് അവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചു. വൈറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഒരു ഇൻഫോ പാർക്കിൻ്റെ അടുത്തോട്ട് ഒരു ട്രിപ്പ് അടിച്ചു. അത് 220 രൂപ ക്യാഷ് കളക്ട് ചെയ്തു. 205 രൂപ നമുക്ക് കിട്ടി. അങ്ങനെ കഴിഞ്ഞ് ആ ട്രിപ്പ് കഴിഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ ചെയ്തിട്ടാക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുക. നല്ല തണലുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ട് ഇരിക്കുക. ഒന്നുമില്ല, ഞാൻ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് പോവാച്ചു. എന്തായാലും റാപ്പിഡോ ഊബറൊക്കെ ഓൺ ചെയ്തത്. നല്ല കാറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക ഇവിടെ. എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ, എന്നിട്ട് ഞാൻ അടുത്ത് പോകണുള്ളൂ. എന്തായാലും ഇപ്പോൾ ഉച്ച 2:30 മണിയായി. ഞാനിപ്പോൾ എപ്പോഴും ഇനി ട്രിപ്പ് അടിക്കാറില്ല. എന്തായാലും ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നതാണ്. നല്ല തണലും ഉണ്ട്. എന്തായാലും ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ, എന്നിട്ട് കാണാം. ഗൈസ്, നമ്മളിപ്പോൾ 4 മണിയായിട്ടോ. നമ്മളാ വൈറ്റിൽ നിന്ന് ഇവിടോട്ട് കിട്ടിയ ട്രിപ്പ് ഉണ്ടല്ലോ കാക്കനാട്, അത് കഴിഞ്ഞ് ഇവിടെ കിടന്നതാ. പിന്നെ ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. നമ്മൾ വണ്ടി കിടന്നങ്ങ് ഉറങ്ങിട്ടോ. ഊബറൊന്നും ഓഫ് ചെയ്തിട്ടില്ല. ഇനി വണ്ടി കിടന്ന് ഉറങ്ങി. നമ്മളിത് ഏതായാലും വണ്ടി എടുത്തണേ. ഇനി ഇവിടുന്ന് എന്തായാലും പോട്ടെ, ചായ അടിക്കട്ടെ. ചായ അടിച്ചിരിക്കുമ്പോൾ അടുത്ത ട്രിപ്പൊക്കെ അടിച്ചോണം. ഇതുവരെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കിടന്ന് ഉറങ്ങി. ട്രിപ്പൊന്നും വന്നിട്ടില്ല നമുക്ക്. നമ്മളെല്ലാം ഉറക്കമായിരുന്നു. നല്ല തണലും ഒക്കെ കണ്ടപ്പോൾ എല്ലാം ഉറക്കം ഉറങ്ങി. ഉച്ചക്ക ബിരിയാണി കഴിച്ചിട്ടേ എല്ലാം ഉറക്കം. പിന്നെ ഇന്നലത്തെ കുറച്ച് ഉറക്കം എന്തായാലും ബാക്കിയുണ്ടാവും. അതെ, എന്തായാലും നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. എന്നാലും ഇവിടുന്ന് വണ്ടി എടുത്ത് മാറ്റട്ടെ. വേറെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടേ കിട്ടോട്ടെ. ഒരു ചായ അടിക്കണം. എന്തായാലും ചായ അടിച്ചിട്ടേ നമ്മൾ ഓണാക്കുള്ളൂ. ചായ അടിച്ച് ഓണാക്കിയിട്ട് ട്രിപ്പ് അടിക്കാൻ നോക്കട്ടെ, എന്നിട്ട് കാണാം. നമ്മളെന്തായാലും ഇന്ന് രാത്രി കുറച്ച് നേരം കൂടി ഓടും കേട്ടോ. നമ്മൾ ഓടിയില്ല, എന്തായാലും കുറച്ചും കൂടി ഓടണം. നമ്മൾ ചായ അടിച്ചില്ല. നമ്മൾ നേരെ ബാക്കിൽ തന്നെ ഒരു
തണ്ണീരത്തിൻ്റെ വെള്ളം കിട്ടും. തണ്ണീരത്തം വെള്ളം കുടിച്ചു. അത് കുടിച്ച് അവരിങ്ങനെ ഇരിക്കുക. ചായ കുടിച്ചില്ല, ചായ ക്യാൻസൽ ചെയ്തു. നമ്മൾ ഈ റോഡിലൂടെ ഇങ്ങനെ പോവായിരുന്നു. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ, തണ്ണീരത്തിൻ്റെ വെള്ളം കണ്ടപ്പോൾ അതാണ് ബാക്കിലാണ്. നേരെ വന്ന് ഇപ്പം അത് കുടിക്കാൻ വെച്ചു, ചായ കുടിക്കണ്ട വെച്ചു. അങ്ങനെ അത് കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഊബറൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല. ഊബർ റാപ്പിഡൊക്കെ ഓണാണ്. അപ്പോൾ ട്രിപ്പ് അടിക്കട്ടെ, ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ട്രിപ്പ് അടിച്ചിട്ടോ, റാപ്പിഡോയിലായിരുന്നു. പള്ളിക്കരയ്ക്ക് 7.45 കിലോമീറ്റർ, 22 രൂപ കിലോമീറ്റർ എത്തി. 167 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടോ. നമ്മൾ ഊബറും റാപ്പിഡൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഊബറിൽ പിന്നെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ റാപ്പിഡോയിൽ എന്താ ട്രിപ്പ് അടിച്ച്. എന്തായാലും നമുക്ക് ഇവിടെ ഇടയിലൊക്കെ നിൽക്കാം. അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. ഇതുവരെ കിട്ടില്ല. ചുമ്മാ ഓടിച്ച് കളിച്ചിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ നോക്കാം. അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവട്ടെ. അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാം. എന്തായാലും നോക്കട്ടെ. ഇവിടെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഉണ്ടായ ഗ്രൗണ്ട്. നമ്മൾ ഈ വൈക്ക് വരുന്ന ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് ഇടുമ്പോൾ ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാറ്. നല്ല വെയിലാണ്. തണൽ നോക്കി എവിടെയെങ്കിലൊക്കെ പാർക്ക് ചെയ്യട്ടെ. നമുക്ക് എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ പോകുള്ളൂ. അതുവരെ ഇവിടെ കിടക്കും. ഇവിടെ ബാക്ക് സൈഡിലിടാം. ഇതാകുമ്പം വെയിലല്ല, തണലുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ ഇപ്പം ഇനി പാർക്ക് ചെയ്തിട്ട് ഇപ്പം എന്തെങ്കിലും പ്രശ്നമാകുമെന്നും അറിയത്തില്ല കേട്ടോ. ഇത് പ്രൈവറ്റ് സ്ഥലമാണോന്നും അറിയില്ല. നമ്മളിവിടെ കൊണ്ട് നിൽക്കണേ. ആരെങ്കിലൊക്കെ വരുമ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് എടുത്ത് പോവാം. അവരവിടെ കിടക്കട്ടെ. കുറേ നേരം കാത്തു നിന്നിട്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ടോ, വണ്ടർലേന്ന്. ആദ്യമായിട്ട് എനിക്ക് വണ്ടർലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കുറേ തവണ. പക്ഷേ വണ്ടർലേന്ന് ആദ്യമായിട്ടൊരു ട്രിപ്പ് അടിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 മാച്ച് ട്രിപ്പ് വന്നു. ഒന്ന് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട്, ഒന്ന് നമ്മുടെ MG റോട്ടിലോട്ട്, പിന്നെ അതാ ഒരു പാലാരിവട്ടം. ഒക്കെ മാച്ചാണ് വന്നത്. നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, ഏതും എടുത്തിട്ടില്ല. നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. ഇതിപ്പോൾ പൂക്കാട്ടുപടിക്കാണ് കാണിച്ച്. അപ്പോൾ അത് എടുത്തു. പൂക്കാട്ടുപടി കാണിച്ചുകൊണ്ട് എടുത്താൽ ഇപ്പോൾ ഈ റോഡ് തന്നെ പോയാൽ മതി. അത് ചെറിയ ട്രിപ്പാണ്, എന്തായാലും ബ്ലോക്ക് ഇല്ലാതെ പോകാനോ വിചാരിച്ച് എടുത്താൽ. മാച്ച് തന്നെ വന്ന ഇതും. എന്തായാലും നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് കാണാവേ. വണ്ടറിലെത്തിയിട്ട് ഇതാണ് വണ്ടർല. കസ്റ്റമർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. കണ്ട് കസ്റ്റമർ ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരു ട്രിപ്പും കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഊബറിൽ. ഒരു ട്രിപ്പും കൂടെ അടിച്ചിട്ടുണ്ട് ഊബറിൽ. നമ്മൾ ആ ട്രിപ്പ് വണ്ടർലയിൽ നിന്നുള്ള ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. അത് 180 രൂപ വാങ്ങി. ഈ 168 രൂപ നമുക്ക് കിട്ടി. 150 രൂപ ക്യാഷ് കളക്ട്. ഇപ്പോൾ ട്രിപ്പും കൂടെ അടിച്ചു. അതെങ്ങോട്ട് എടപ്പള്ളിയിലോട്ടാന്ന് തോന്നുന്നു. ഫസ്റ്റ് മാച്ചായിട്ട് വന്നു, പിന്നെ അത് ഞാൻ എടുത്തില്ല. പിന്നെ ട്രിപ്പായിട്ട് അങ്ങ് വന്നു, പിന്നെ ഞാനങ്ങ് എടുത്തു. എന്തായാലും നമ്മൾ ഒരു കിലോമീറ്റർ പിക്കപ്പ് കാണിച്ച്. എന്തായാലും പിക്ക് ചെയ്യട്ടെ. പിക്ക് ചെയ്തിട്ട് കാണാം. അത് ഡ്രോപ്പ് ചെയ്യട്ടെ. പിക്ക് ചെയ്തിട്ട് അടുത്ത ഇപ്പോൾ സമയം 7:30 മണി കിട്ടും. നമുക്ക് ആ വണ്ടർലയിൽ നിന്ന് അടിച്ച ട്രിപ്പ് ഉണ്ടല്ലോ, എടപ്പള്ളി വട്ടേകുന്നം എന്ന സ്ഥലത്തോട്ടായിരുന്നു. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തിട്ടു. അതിന് നമ്മൾ ക്യാഷ് കളക്ട് ചെയ്തത് 399.98. കസ്റ്റമർ കറക്റ്റ് 399.98 ഇട്ട്. 400 ഇട്ടില്ല, 398 ഇട്ടില്ല. അതിൽ നമുക്ക് നമ്മളെ ഏണിങ്സ് 300 കിട്ടും. എന്താണ് ഊബർ അത്ര കമ്മീഷൻ കുറച്ച് പിടിച്ചത്? സാധാരണ അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് തന്നെ ഒരു ട്രിപ്പ് അടിച്ചു. കുറച്ച് ഒരു 1.5 കിലോമീറ്റർ പോയിട്ട്, അത് ലൊക്കേഷന് അവർ ഇട്ടത് വേറെ ലൊക്കേഷനായിരുന്നു. ഒരു 500 മീറ്ററും കൂടെ എക്സ്ട്രാ പോയി. അവിടെ പോയിട്ട് നമുക്ക് 202.93 ആയിരുന്നു കേട്ടോ. അത് നമ്മുടെ ഭാരത് മാതാ കോളേജിൻ്റെ അടുക്കായിരുന്നു ഈ ട്രിപ്പ്. അവിടെ ഒരു ഷോപ്പിലോട്ടായിരുന്നു. അത് നമ്മളെ ഏണിങ്സ് 173. അത് കഴിഞ്ഞ് ഓൺ ദ വേല തന്നെ കസ്റ്റമർ എന്നോട് പറഞ്ഞു അവർക്ക് ഒരു സ്ഥലം കൂടെ പോകാനുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മളെ വണ്ടർല പോകുന്ന റൂട്ടിൽ ഒരു ഫ്ലൈറ്റിലോട്ട്. അപ്പോൾ പോവാലോ. അത് ഞാനിങ്ങനെ ആഡ് സ്റ്റോപ്പ് അടിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ആഡ് സ്റ്റോപ്പ് അടിക്കണ്ട, നമുക്ക് പേഴ്സണലായിട്ട് പോവാം, ഊബറിൽ കാണിച്ച് ഫെയർ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ട്രിപ്പ് എടുത്ത് പോയി.
അത് അവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് നമ്മൾ ഈ ഊബറിൽ കിട്ടിയ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് അവർ പറഞ്ഞു എത്ര എമൗണ്ട് നോക്കി വെച്ചാൽ മതി നമുക്ക് അവിടെ എത്തുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് എടുത്ത് അവരെ ഫ്ലാറ്റിലേക്ക് ഒരു 3.5 കിലോമീറ്റർ വണ്ടർല റൂട്ട് പോകുന്ന റൂട്ടിൽ എന്തോ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ കൊണ്ടാക്കാനായിരുന്നു. 3.5 കിലോമീറ്റർ ഡ്രോപ്പ്. പിക്കപ്പ് ഒന്നുമില്ലല്ലോ, അവിടെ നേരെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഊബറിൽ എത്ര കാണിക്കുന്ന ഫെയർ തന്നാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ എന്നോട് അവരെ ഫോണിൽ തന്നെ നോക്കിട്ടോ. അപ്പോൾ അതിൽ 179 രൂപയാണ് ഊബറിൽ കാണിച്ച്. അത് അടിപൊളി കസ്റ്റമറായിരുന്നു കേട്ടോ, ഒന്നും പറയില്ല, അടിപൊളി കസ്റ്റമർ. സംസാരിച്ചിങ്ങനെ പോകുന്നത്. അപ്പോൾ ആൾ ഓസ്ട്രേലിയയിലാണ്, ഇവിടെ ഇങ്ങനെ എന്തോ ഒരു കല്യാണ ആവശ്യത്തിന് വന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി, നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തു, ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഒരു 500 രൂപ തന്നു. അപ്പോൾ ഞാൻ ബാലൻസ് എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട വെച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ബാലൻസ് ഇത്ര നമ്മൾ ഓടിയിട്ടില്ല. ടോട്ടലി നമ്മളെ ഏണിങ്സ് പറഞ്ഞാൽ 2 ട്രിപ്പും കൂടെ എടുത്തത് 380 രൂപ, 352 രൂപയാണ് ടോട്ടൽ ഏണിങ്സ്. 200 രൂപയും 3 രൂപയും 179 രൂപയും. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ എൻ്റെ സന്തോഷത്തിൽ തന്നാണ്, ഞാൻ ഹാപ്പിയാണ്, ധൈര്യമായിട്ട് വെച്ചോ കയ്യിൽ എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ പിടിപ്പിച്ച് 500 രൂപ നമുക്ക് എത്ര 120 രൂപയോളം ടിപ്പായിട്ട് തന്നെ തന്നു കസ്റ്റമർ. അടിപൊളി കസ്റ്റമർ. അപ്പം തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മളെ ഷേണായിസിലോട്ട്, അത് പിന്നെ ഞാൻ എടുത്തില്ല, ഭയങ്കര ബ്ലോക്ക് കാണിക്കുന്നുണ്ട്, ഭയങ്കര ലോങ് ടൈം കാണിക്കുന്നത്. അപ്പോൾ മാച്ചായിട്ട് വന്നത്, അപ്പോൾ ഞാൻ എടുത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അങ്ങ് പോകുന്നത്, ഞാനിപ്പോൾ നമ്മുടെ ഉച്ചക്ക് നമ്മൾ ഉറങ്ങി എണീറ്റ് ഒരു ഇതുണ്ടല്ലോ കളക്ടറേറ്റിൻ്റെ അവിടെ തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചത് ആ ഫ്രണ്ടിലാട്ടോ കാണുന്നത്, അതാണ് തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ച സ്ഥലം. അങ്ങനെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ ട്രിപ്പ് അടിക്കട്ടെ. നമ്മളിപ്പോൾ ഇതുവരെ ഏൺ ചെയ്തത് 1859 രൂപ, ഊബറിലും 167 രൂപ റാപ്പിഡോയിലും ഏൺ ചെയ്തിട്ടോ. പിന്നെ ഒരു 120 രൂപ ടിപ്പ് വേറെയും. നമ്മളെന്തായാലും ഇന്ന് രാത്രി ഒരു 10-12 മണി വരെ ഓടാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ രാവിലെ ഇറങ്ങണതും രാത്രി ഇറങ്ങണമൊക്കെ സെയിമാണ്. നമ്മൾ രാവിലെ ഉറക്കമൊക്കെ കളഞ്ഞ് രാവിലെ നേരത്തെ ഇറങ്ങും, എന്നിട്ട് ട്രിപ്പും അടിക്കില്ല, ചുമ്മാ ഉറക്കം കളഞ്ഞ് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഇന്ന് എപ്പോഴും ഇറങ്ങി 8:30 മണിക്ക് ഇറങ്ങി, അതിൻ്റെ ഇടയ്ക്ക് 2 മണിക്കൂർ ഉറങ്ങി, വീണ്ടും ഉച്ചക്ക് നമ്മൾ ഉറക്കം കഴിഞ്ഞിട്ടാണ് സാധാരണ ഇന്ന് ഇറങ്ങിയത്. പിന്നെ ഒരു 2 മണിക്കൂർ വീണ്ടും ഇറങ്ങി. നമുക്ക് ബോഡിക്കും വലിയ ക്ഷീണമല്ല, എന്നാൽ നമുക്ക് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റും. ട്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഏൺ ചെയ്യാൻ പറ്റും. ട്രിപ്പില്ലെങ്കിൽ ഇനി രാവിലെ അല്ല, നമ്മൾ ഇനിയിപ്പോൾ എപ്പോൾ ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല. ചിലവന്മാർ വൈകുന്നേരം ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, ഓല് നമ്മൾ രാവിലെ ഇറങ്ങിയതിനേക്കാളും ഏൺ ചെയ്യണവരുണ്ട്. അത് ഒരു ഭാഗ്യമാണ്. പിന്നെ ട്രിപ്പ് കിട്ടുന്ന പോലെ ഉണ്ടാവും. ട്രിപ്പ് അടിച്ചാൽ ഏൺ ചെയ്യുക, ട്രിപ്പ് ഇല്ലെങ്കിൽ പിന്നെ ആരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. എന്തായാലും നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്, പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. നമ്മൾ വൈകുന്നേരം ഉറങ്ങി എണീറ്റപ്പോൾ പാർക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെയാട്ടോ പാർക്ക് ചെയ്ത്. നമ്മളിപ്പോൾ ഉള്ളതേ ആലുവ കേട്ടോ, ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ട് ട്രിപ്പ് അടിച്ചു റാപ്പിഡോയിൽ. അപ്പോൾ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. റാപ്പിഡോയിൽ നമ്മൾ ലൊക്കേഷൻ ഇട്ടില്ല, ഊബറിൽ ലൊക്കേഷനൊക്കെ ഇട്ടിച്ച് ഇങ്ങനെ ഇരിക്കുക. എന്തായാലും ആ ഭാഗത്തോട്ട് പോകാൻ വേണ്ടി നമുക്ക് എന്തായാലും റൂമിൽ പോകണം, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ റാപ്പിഡോയിൽ കിട്ടിയ 279 രൂപ കേട്ടോ. ഇപ്പോൾ 1 കിലോമീറ്റർ 18 രൂപ കിട്ടിയിട്ടുള്ളൂ, 15 കിലോമീറ്റർ. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട, ട്രിപ്പ് അടിക്കട്ടെ. എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. നമ്മളിപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നത്. റൂമിൻ്റെ അടുത്താണ് ഒരു 1.5-2 കിലോമീറ്റർ അപ്പുറം. നമുക്ക് ആലുവയിൽ കുറേ നേരം നിന്നിട്ട് നമുക്ക് ട്രിപ്പൊന്നും അടിച്ചില്ല. നമ്മളെ റാപ്പിഡോ ട്രിപ്പ് പോയിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞു, വീണ്ടും ഇങ്ങനെ കുറച്ച് നേരം നിന്നു, ട്രിപ്പ് അടിച്ചില്ല. പിന്നെ ഏതായാലും ഇപ്പോൾ ഒരു 9-9:30 ആയപ്പോൾ 9:15 ആയപ്പോൾ എന്ത് ചെയ്തു, വണ്ടി എടുത്ത് നേരെ പോന്നു. ഇനിയിപ്പോൾ റൂമിൽ പോയച്ച് നേരെ റൂമിൽ പോന്നു. റൂമൊക്കെ ഇങ്ങനെ പോരുന്ന വഴിന്ന് കളമശ്ശേരി കഴിഞ്ഞ് നമ്മൾ താൽ കിച്ചൻ്റെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചു. അപ്പോൾ റൂമിൻ്റെ അങ്ങോട്ട് നമ്മൾ ലൊക്കേഷൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ റൂമിൻ്റെ അങ്ങോട്ട് ട്രിപ്പ് അടിച്ചു. അത് നേരെ ഇങ്ങനെ പോന്നു, ലൊക്കേഷൻ ഇട്ട് വെച്ചാണ്. അപ്പോൾ പിന്നെ ട്രിപ്പ് എടുത്ത് ഇങ്ങനെ പോന്ന്. അത് അടിപൊളി കസ്റ്റമർ കേട്ടോ, അടിപൊളി പറഞ്ഞാൽ അടിപൊളി കസ്റ്റമർ. നമ്മൾ 200 രൂപ ക്യാഷ് കളക്ട് ചെയ്തു, 180 രൂപ ഊബർ നമുക്ക്. നമ്മൾ ഇന്നത്തെ ഓട്ടം നിർത്തിയിട്ടാ, നമ്മൾ നിർത്തിയിട്ട് കുറേ നേരമായി. നമ്മൾ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നമ്മൾ കൂട്ടുകാരൻ്റെ കൂടെ. അത് കഴിഞ്ഞിപ്പോൾ നിങ്ങൾ റൂമിൽ പോവാം, 12 മണിയായി. നമ്മളെന്തായാലും നാളെ രാവിലെ ഒരു 7 മണി 8 മണി 9 മണീൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറങ്ങും.
ഇന്ന് നമ്മൾ ഏൺ ചെയ്തത് 2058 രൂപ ഊബറിലും 449 രൂപ റാപ്പിഡോയിലോട്ട് ഏൺ ചെയ്ത്. നമ്മളെ രാവിലെ ഒരു 8-9 മണിക്ക് ഇറങ്ങി, എന്നാലും നമ്മൾ അത്യാവശ്യം ഏൺ ചെയ്തിട്ടുണ്ട്.